കാസർഗോഡ് അനന്തപുരത്ത് മാലിന്യവുമായി എത്തിയ സ്വകാര്യ കമ്പനികളുടെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞുവെച്ചു. അനന്തപുരത്തെ ഫാക്ടറിയിലേക്ക് കോഴി വേസ്റ്റുമായി വന്ന വാഹനങ്ങളിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകിയതോടെയാണ് നാട്ടുകാരുടെ നടപടി. മാനദണ്ഡങ്ങൾ പാലിച്ച് മാലിന്യ സംഭരണം നടത്താത്തവർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ അർദ്ധരാത്രിയാണ് കാസർകോട്ടെയും മംഗലാപുരത്തെയും കോഴി വിൽപ്പനശാലകളിൽ നിന്ന് മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞത്. മൃഗങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന അനന്തപുരത്തെ 3 സ്വകാര്യ ഫാക്ടറികളുടേതാണ് വാഹനങ്ങൾ. റോഡിലൂടെ മലിനജലം ഒഴുക്കിയതോടെ നാട്ടുകാർ സംഘടിച്ചു. ഫാക്ടറികളിലെ മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി 4 വർഷമായി ഈ പ്രദേശത്തുള്ളവർ സമരത്തിലായിരുന്നു. മാലിന്യമെത്തിക്കുന്ന വാഹനങ്ങളിൽ റെഫ്രിജറേറ്റർ നിർബന്ധമാക്കുമെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പക്ഷേ സ്വകാര്യ കമ്പനികൾ മാലിന്യമൊഴുക്കുന്നത് തുടർന്നതോടെ നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. 4-5 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇതാണ്. കുട്ടികൾ വരെ ഛർദ്ദിച്ച് തുടങ്ങിയത് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി തടയലിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നത്. ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ കമ്പനിയോട് പറഞ്ഞിട്ടുള്ളത്. അവരൊരു കാരണവശാലും അത് പാലിക്കാൻ തയ്യാറല്ല. ഇന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ നാട് വിട്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. ജില്ലാ ശുചിത്വ മിഷനും ആരോഗ്യവകുപ്പും നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.